ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇലക്ടറൽ ബോണ്ടുകൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ രജിസ്ട്രിയിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ ലഭിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുദ്രവച്ച കവറിൽ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കവറുകൾ തുറക്കാതെ സുപ്രീം കോടതിക്ക് കൈമാറുകയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ 2 മാറ്റിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂൺ 4 നേരത്തെ വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും ഏപ്രിൽ 19 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അർജുന അവാർഡ് ജേതാവും പാരാ അമ്പെയ്ത്ത് താരവുമായ ശീതൾ ദേവിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഭിന്നശേഷി ഐക്കണായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഡെഫ് ക്രിക്കറ്റ് അസോസിയേഷനും ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിൽ നടന്ന പ്രദർശന ക്രിക്കറ്റ് മത്സരവേളയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയത്. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 39 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അങ്കത്തട്ടുണർന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മത്സരരംഗം സുവ്യക്തം. കളം നിറച്ചുള്ള പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് മുന്നണികൾ. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. ആഴ്ച അവസാനത്തോടെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് വമ്പൻ വരവേൽപ്പ് ഒരുക്കാനാണ് UDF നീക്കം. UDFനും BJPക്കുമെതിരെ പഴുതടച്ച പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് LDF. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്തെ 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 26 വിധിയെഴുത്ത്. ജൂൺ 4 വോട്ടെണ്ണൽ. ഈ മാസം 28 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. സംസ്ഥാനത്തെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ 4M ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിനിടെ എവിടെയെങ്കിലും അക്രമം നടന്നാൽ നിർദാക്ഷിണ്യം നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ NDA സർക്കാരിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ പൽനാടിൽ NDA തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. ഇടുക്കി ജില്ലയിൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി അറിയിച്ചു. ഡൽഹി ജൽ ബോർഡ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം നാളെ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ ഹാജരാകാനും മൊഴി രേഖപ്പെടുത്താനും കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പൂനെയിലെ ISIS മൊഡ്യൂൾ കേസിൽ 11 പ്രതികളുടെ സ്വത്തുക്കൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടി. ഭീകരത വളർത്തുന്നതിന് പുറമെ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം നടത്തി ഭീകരത പടർത്താനുള്ള ISIS ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസാണ് ISIS മൊഡ്യൂൾ കേസ്. കേസിൽ പ്രതികളായവർ ആയുധധാരികളായി വൻ മോഷണങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ 26 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നടപടി സ്വീകരിച്ചു. 4,70,750 രൂപ പിഴ ഈടാക്കി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിച്ചു. മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്ന സമാപന സമ്മേളനത്തിൽ INDA സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. വയനാട് ജില്ലയിൽ അരിവാൾ കോശ രോഗിയിൽ ആദ്യമായി ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. സിക്കിൾ സെൽ രോഗിയായതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെയും മെഡിസിൻ വിഭാഗത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ശസ്ത്രക്രിയ വിജയകരമാക്കിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയും ജനപങ്കാളിത്തത്തോടെയും മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് തീരുമാനം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 4.4 കോടിയുടെ 6.876 കിലോ സ്വർണം എയർ കസ്റ്റംസ് പിടികൂടി. വിവിധ സമയങ്ങളിലായി എത്തിയ 10ഓളം യാത്രക്കാരിൽ നിന്നാണ് ഇത്രയധികം സ്വർണം പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.